നിയുക്ത BJP പ്രസിഡന്റ് രായു മൊയ്ലാളിക്ക് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആരെക്കുറിച്ചും ഇങ്ങനെയൊന്നും പിണറായി പറയാത്തതാണ്. പക്ഷേ കൊച്ചിയിലെ പ്രാർത്ഥനാ യോഗത്തിനിടെ ഉണ്ടായ ബോംബ് ആക്രമണത്തെ മുൻനിർത്തി അന്ന് രായു മൊയ്ലാളി വിഷം കലക്കാൻ വേണ്ടി നടത്തിയ പ്രയോഗത്തെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞിരുന്നു. എല്ലാവരും ഓർമ്മിക്കേണ്ടതാണ്. അത്ര മാത്രമേ അതിൽ കാണേണ്ടതായിട്ട്. ഏത് വിഷം എന്നല്ല, കൊടും വിഷം, വെറും വിഷമല്ല, അതൊരാക്ഷേപമല്ല. അദ്ദേഹത്തിന് അലങ്കാരമായിട്ടല്ലേ കാണുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വിഷന്നേ അന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ഇപ്പൊ കൊടും വിഷം എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ശരി, ബാക്കി നമുക്ക് പിന്നെ ആകാം. ഇത്രയും പോലെ ഇപ്പോ. ശരി, അതെ, കൊടും വിഷമാണ്. വരവ് തന്നെ കുളം കലക്കാൻ വേണ്ടിയാണ്. അധികാരമില്ലാതിരുന്ന സമയത്ത് തന്നെ വർഗീയത ഇളക്കി വിടാൻ വേണ്ടി അദ്ദേഹം ഒന്ന് കുളം കലക്കിയതാണ്. കൊച്ചിയിലെ പ്രാർത്ഥനാ സംഗമത്തിനിടെ ഒരു വിശ്വാസി തന്നെ ബോംബ് വെച്ചതിനെ മുസ്ലിം മതവിഭാഗക്കാരുടെ തോളിലിട്ട് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും തമ്മിലടിപ്പിച്ച് അതിൻ്റെ ചോര ഊറ്റി കുടിക്കാൻ വേണ്ടി അന്ന് പരിശ്രമിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് അത് മുൻനിർത്തിക്കൊണ്ടുള്ള മറുപടിയായിരുന്നു. സ്വാഭാവികമായിട്ടും ഉള്ളിലുള്ളത് അന്ന് പുറത്ത് ചാടിയെന്നേ ഉള്ളൂ. ആ വിഷം ഉള്ളിൽ നിറച്ചു വെച്ചുകൊണ്ട് സവർണ സംഖ്യയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് ഇവിടെ കുളം കലക്കുക എന്ന ലക്ഷ്യത്തിലാണ്. നേരത്തെ 1-2 ലിറ്റ്മസ് ടെസ്റ്റുകൾ വിശ്വഗുരുവും അമിത്ഷാജിയും നടത്തിയപ്പോൾ അത് രണ്ടും പാസ്സായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുളം കലക്കാൻ സുരേന്ദ്രനേക്കാളും നല്ലത് പുതിയ മൊയ്ലാളിയാണ്, മൊയ്ലാളിയുടെ പണമുണ്ട്, ഒരു ചാനലും ഉള്ളത് കൊണ്ട് രണ്ടും ഉപയോഗപ്പെടുത്തി ഇവിടെ BJPയെ വച്ചടി കയറ്റത്തിലെത്തിക്കാമെന്നാണ് കരുതുന്നത്. ഈ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് കയറിയത്. പണം വാരി എറിഞ്ഞു, എന്നിട്ട് ജയിക്കാൻ പറ്റിയില്ല. പല മേഖലകളിലും സഭാവിശ്വാസികളെ എല്ലാം വിളിച്ചുകൊണ്ടുപോയി പർച്ചേസ് ചെയ്തു. അപ്പോൾ ആ പണം എറിഞ്ഞ് ഇവിടെ അധികാരം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും കേരളത്തെക്കുറിച്ച് മൊയ്ലാളിക്ക് വലിയ അറിവില്ലല്ലോ. കല്യാണം കഴിച്ച് അമ്മാവൻ്റെ പൈസയിൽ കോടീശ്വരനായി മാറിയ ആ മൊയ്ലാളി കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സവർണ സംഘി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇവിടെ വിഷം കലക്കി ഒരു തമ്മിലടി ഉണ്ടാക്കുക, പരസ്പരം വിദ്വേഷം സൃഷ്ടിക്കുക, അതിലൂടെ പാർട്ടിയെ വളർത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ്. കേരള ജനത തയ്യാറായിരിക്കണം. മുഖ്യമന്ത്രിക്ക് തന്നെ നേരത്തെ ഈ മഹാനെക്കുറിച്ച് ഇത് പറയേണ്ടി വന്ന സന്ദർഭത്തിൽ അന്ന് കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു ഈ വിദ്വാൻ. ആ വിദ്വാൻ്റെ ഉള്ളിലിരിപ്പ് അത്ര നല്ലതല്ല. അത് ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ നടത്തി കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ പറഞ്ഞു വിട്ട അദ്ദേഹത്തിൻ്റെ കച്ചവടം പൂട്ടിച്ച് വേണം ഈ നാട്ടിൽ നിന്ന് മടക്കി അയക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്വം ഈ മതേതര നാട് ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ വാക്കിനെ മുൻനിർത്തി പറയാനുള്ളത്.